സാർ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സാർ ഈ മദ്രാസിലെ പോലെ എന്ന് പറഞ്ഞ സിനിമ ചെയ്യേണ്ടതായിരുന്നു ചിന്തിച്ചിട്ടുണ്ടോ? അതെന്തിനാ? അല്ല, ഒരു നെഗറ്റീവ് ഇമ്പാക്ട് സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അഭിനയം ഗംഭീരമായിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും ഞാൻ ചെയ്യേണ്ട സിനിമകൾ ചെയ്യണ്ടെന്നൊന്നും ഞാൻ വിചാരിക്കില്ല. എന്റെ വൈഫ് പോലും മയങ്ങി വീണ ഒരു കാലഘട്ടം. അല്ല, അതെല്ലാം നടക്കും. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഞാൻ അഭിനയിക്കാൻ കിട്ടിയ ഞാൻ അഭിനയല്ലേ, ഞാൻ എന്താ എനിക്ക് പെർഫോം ചെയ്യാൻ കിട്ടുന്ന സ്പേസ് അല്ലേ അത്. അവിടെ ഞാൻ വന്നിട്ട് ഞാൻ ആ കഥാപാത്രത്തിന് ഞാൻ വേറെ തരത്തിലില്ല. ഞാൻ അഭിനയത്തിന് അഭിനയമായിട്ടും പഠിപ്പിക്കുന്നതിന് പഠിപ്പിക്കുന്നതായിട്ടും ഞാൻ കാണും. അതിൻ്റെ അതേപോലെ തന്നെ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഓരോ സമയത്തും ആ പ്രവൃത്തിയോട് ചെയ്യേണ്ട നീതിയല്ലേ ഞാൻ ചെയ്യുന്നത്. എനിക്ക് അതിനകത്തേക്ക് അഭിനയിക്കുന്ന നേരത്തെ എനിക്ക് ഒരുപാട് എൻ്റെ ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റും, എൻ്റെ സ്റ്റൈൽ എനിക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ കിട്ടുന്ന ഒരു സ്പേസിനെ ഞാൻ വിട്ടുകളാണ്. ഐ ഗെറ്റ് പ്ലഷർ. എൻ്റെ ഡോപ്പമൈൻ അതിനകത്ത് ഇതല്ലേ. അപ്പോൾ ഞാനെന്തിനാ അതിനെ വിട്ടുകളയണേ? അതെന്തൊരു ചോദ്യം, എനിക്ക് മനസ്സിലാവില്ല. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക? നിങ്ങളുടെ ഇഷ്ടത്തിൽ ജീവിക്കുക എന്നുള്ളതല്ലേ നിങ്ങളുടെ ഇഷ്ടം? അതെ, തീർച്ചയായിട്ടും. അതെ, അതാണ് നമ്മുടെ ഇഷ്ടം. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുക. നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുക തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ കാര്യങ്ങളെല്ലാം അതിൻ്റെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞു. അല്ല, അതിനുശേഷം നെഗറ്റീവ് റോളുകളാണ് കൂടുതൽ എത്തിയത്. അല്ല, ഞാൻ അതെന്ത് എന്നെ നെഗറ്റീവ് റോൾ ആരാണ് നെഗറ്റീവ് പോസിറ്റീവ് റോൾ എന്നുള്ള? അഭിനയമല്ലേ. അഭിനയത്തിനകത്തേക്ക് നെഗറ്റീവ് റോൾ ഉണ്ടാവും, ക്യാരക്ടർ റോൾ ഉണ്ടാവും, പ്രോട്ടോഗോണിസ്റ്റ് ഉണ്ടാവും, ആൻറ്റോഗോണിസ്റ്റ് ഉണ്ടാവും, അതിനകത്ത് ക്യാരക്ടർ റോൾ ഉണ്ടാവും, സപ്പോർട്ടിങ് റോൾ ഉണ്ടാവും. അത് എന്ത് ചെയ്താലും അതിനകത്ത് അഭിനയമല്ലേ. അല്ലാതെ ഞാനൊരു ഹീറോ ആയിട്ട് അഭിനയിക്കാനായിട്ട് പോയവരല്ല. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ ഞാൻ ബേസിക്കായിട്ട് ഈ നെഗറ്റീവ് അനഗണിസ്റ്റിന്റെ റോളുകളൊക്കെ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. സ്വാഭാവികമായിട്ട് സാറി നമ്മുടെ മമ്മൂക്ക മോഹൻലാൽ എന്ന് പറയുന്നത് രണ്ട് ബിംബങ്ങളെ പറ്റി പറയാം. ഇവർ രണ്ടര പടത്തിൽ ഒരുപാട് വേഷങ്ങൾ സാർ ചെയ്തിട്ടുണ്ട്. മോഹൻലാലിനോടൊപ്പം ഈ മദ്രാസ് മോഹൻ എന്ന് പറയുന്ന സിനിമ മോഹൻലാൽ ഉണ്ട്. അപ്പൊ നിങ്ങൾ തമ്മിലൊരു കെമിസ്ട്രി കാര്യങ്ങളൊക്കെ എങ്ങനെ മോഹൻലാലോട്ടുള്ളത്? ഇതിന്റെ കെമിസ്ട്രി ഫിസിക്സ് ഒന്നും അങ്ങനെയൊന്നുമല്ല. ഞാൻ എല്ലാവരുമായിട്ട് സുഹൃത്തുക്കളാണ്, ഇപ്പോഴും സുഹൃത്തുക്കളാണ്. ഞാൻ എൻ്റെ ഫിലിം ഫെസ്റ്റിവൽ ചെയ്യുമ്പോൾ ഇവർ രണ്ടുപേരും അതിൻ്റെ അംബാസിഡേഴ്സ് ആയിരുന്നു. ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ ഞാൻ മോഹൻലാലിനായിട്ട് ചെയർമാൻ ആക്കിക്കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ചെയ്യുന്നത്. പിന്നെ എന്താ അതിനകത്തേക്ക് വേണ്ടത്? ഞാൻ എൻ്റെ ഈ 10 വർഷവും മോഹൻലാലിൻ്റെ സപ്പോർട്ടോടുകൂടിയായിട്ട് ഈ പരിപാടി മുഴുവൻ ചെയ്തേക്കണേ. മോഹൻലാൽ എന്ന് പറയുന്ന ഒരാൾക്ക് എന്നെ വ്യക്തമായിട്ട് അറിയാം. എന്നെ അത്രയധികം എൻ്റെ ആഗ്രഹങ്ങൾക്ക് തന്നെ ഒരു അക്കാഡമിക്ക് പുള്ളി പറയും, ഞാനിങ്ങനെ ഒരു ഐഡിയ ആയിട്ട് വന്നപ്പോൾ പുള്ളി അതിനകത്ത് ഏറ്റെടുത്തിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറയുകയും അതിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ലാലിനുമായിട്ട് വന്നിട്ടുള്ളതിനകത്തേക്ക് അത്രയും സ്നേഹബന്ധങ്ങളാണ്. അതിന് നിങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. അത് എന്നെ സംബന്ധിച്ചോളം വന്നിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നൊരു വ്യക്തിയാണ്. കാരണം ഞാൻ മറ്റൊന്നുമല്ല, എൻ്റെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ ഫെസ്റ്റിവൽസിനെ നന്നായിട്ട് നടത്തുക, ഞങ്ങൾ ചെയ്യുന്ന പല ഫിലിം ഫെസ്റ്റിവൽസ്, ഫിലിം വർക്ക്ഷോപ്സ്, അത് അക്കാഡമിക്കലായിട്ടുള്ള എൻ്റെ പല പരിപാടികളും. ഇപ്പോൾ ഞാൻ പറയാം, നോൺ ആൽക്കഹോളിക് ന്യൂ ഇയർ പാർട്ടി നടത്തി, നമ്മളിവിടെ ഡ്രഗിനെതിരെ നമ്മൾ ബൈക്ക് റാലി നടത്തി. അങ്ങനെ പല പരിപാടി നമ്മൾ IIT മദ്രാസിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് റോബോട്ടിക്സിൻ്റെയൊക്കെ ടെക് ഫെസ്റ്റ് ഇവിടെ നടത്തിയായിരുന്നു. IITയുടെ സർട്ടിഫിക്കറ്റ് ഇവിടെ കൊടുത്തത്. അത് 2016 ആലോചിക്കണം, മനസ്സിലായി, 2015. അതെല്ലാം എനിക്ക് ലാൽ ഉള്ളത് കൊണ്ട് മാത്രം സാധിച്ചാണ്. കാരണം ലാലിനെ പോലെ ഒരാളുള്ളത് കൊണ്ടാണ് എന്നെക്കൊണ്ട് പല കാര്യങ്ങളിലേക്കും ചെയ്യാൻ സാധിക്കുന്നത്. ലാലിൻ്റെ ഒരു ബലത്തിലാണ് ഞാനിതെല്ലാം ഐഡിയ ഇടുന്നതും പുള്ളിയുടെ അനുവാദം മേടിക്കുന്നതും ചെയ്യുന്നതും. അപ്പം പിന്നെ എന്നോട് നിങ്ങൾ പിന്നെ ലാലിൻ്റെ ഞാൻ അഭിനയിക്കുന്നതിനകത്ത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ റോൾ ചെയ്യും. അതല്ലേ ഞാൻ നോക്കണ്ടേ. എൻ്റെ റോളിനെ ഞാൻ മനസ്സിലാക്കിയിട്ട് ആ റോൾ എന്താണോ ആ മറ്റേ റോളിനോട് വന്നിട്ട് ചെയ്യേണ്ടത്. അവിടെ മോഹൻലാലോ രവീന്ദ്രനോ ഇല്ലല്ലോ, അവിടെ കഥാപാത്രങ്ങളല്ലല്ലോ. അവിടെ ഞാൻ അങ്ങനെയല്ലേ പഠിച്ചു വന്നേ. ഇതെന്താ സ്പോർട്സ് ഒന്നുമല്ല. നിങ്ങൾ ബെസ്റ്റ്, നിങ്ങൾ കലയും സ്പോർട്സിനെ ഒരുമിച്ച് കൂട്ടല്ലേ. നമ്മൾ അങ്ങനെ എന്താണ് അവിടെ മത്സരിക്കുന്നതിനാ? അവിടെ ഇപ്പം നമ്മുടെ കഥാപാത്രത്തിനെ നമ്മൾ നന്നാക്കി ചെയ്യുക എന്നുള്ളതല്ലാതെ നമ്മൾ അതിനകത്തൊരു സ്പോർട്സ് ഇല്ലല്ലോ, ഒരു സ്പോർട്സ് അല്ലല്ലോ വന്നിട്ടുള്ളത്. നമ്മുടെ ജോബ് എന്താ? നമ്മുടെ കഥാപാത്രത്തിനെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലേക്ക്, അതിനെ നല്ല രീതിയിലേക്ക് അവർ ചിന്തിച്ചിരിക്കുന്ന രീതിയിലേക്ക്, ഡയറക്ടർ കൺസീവ് ചെയ്തിരിക്കുന്ന ഡയറക്ടർ ചിന്തിച്ചിരിക്കുന്ന രീതിയിലേക്ക് നമ്മൾ അതിനെ ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു ദൗത്യമാണ് ഒരു നടൻ്റേത്.
ഒരു എഴുത്തുകാരനാൽ എഴുതപ്പെട്ട ഒരു ഡയറക്ടറാൽ ഡയറക്റ്റ് ചെയ്യപ്പെടുന്ന ആ കഥാപാത്രത്തെ നമ്മളിൽ കൂടി നമ്മൾ നമ്മുടെ കഴിവുകളിലെ മാക്സിമം ഉപയോഗിച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അത് നമ്മൾ ചെയ്യുക എന്നുള്ളത് ചെയ്യണം. അതിനിടയിൽ നമ്മൾ വേറെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മൊത്തം സംഗതി കയസാവും, മൊത്തം വന്ന് പ്രശ്നങ്ങളാവും. അത് നമ്മളെ കംപ്ലീറ്റ് നമ്മുടെ ദൗത്യം മാറിപ്പോവല്ലേ. നമ്മുടെ ദൗത്യം മാറിപ്പോവും. നമ്മുടെ കഥാപാത്രത്തെ ശ്രദ്ധിക്കുക, അത് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് വേറെ ഒന്നും അതിനെക്കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ശിവാജി സാറിൻ്റെയൊക്കെ കൂടെ ചെയ്യുമ്പോൾ ആദ്യം പേടിച്ചിരുന്നു. അതിന് മുമ്പ് അതെനിക്ക് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ പോയില്ല ആ പടത്തിൽ. കാരണം പിന്നെ ഞാൻ എൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്തി. കാരണം ഞാൻ ചെയ്യേണ്ടത് എൻ്റെ റോളാണല്ലോ. ഞാൻ അതിന് അടുത്ത പടം പോയപ്പോൾ ഞാൻ പിന്നെ ചെയ്തു. അപ്പോൾ അങ്ങനെ നമ്മളതിനെ തിരിച്ചറിവുണ്ടാവുകയാണ്. നമ്മുടെ റോള് നമ്മൾ ചെയ്തിട്ട് വരിക, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അതിൽ അപ്പുറത്ത് നിൽക്കുന്നത് അവരല്ല, അത് കഥാപാത്രമല്ല അവിടെ നിൽക്കുന്നത്. അവിടെ ബേസിക്കായിട്ട് അതെന്നറിയാം, നമ്മളെ കഥാപാത്രം അല്ലാതാകുമ്പോൾ നമ്മളല്ലാതാകുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ മുഴുവൻ പോകില്ലേ. അവിടെ നിൽക്കുന്നത് മത്സരമല്ല, അവർക്ക് ഇഷ്ടപ്പെട്ട് അതിനെ നന്നായിട്ട് നന്നായിട്ട് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അവിടെ ഒരു മത്സരമൊന്നുമില്ല. അത് നമ്മൾ ഉണ്ടാക്കുന്ന വാക്കാണ്. അവർ ആദ്യമേ ചെയ്യാൻ നേരത്തെ ഇത് ഓടിയോടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിസിലടിച്ചിട്ട് മുമ്പിലേക്ക് ഓടിപ്പോണ പരിപാടിയൊന്നുമല്ല. അതിനകത്ത് നമ്മൾ പെർഫോം ചെയ്യും. ആ പെർഫോമൻസ് വന്നിട്ടുള്ളതിനകത്ത് എത്രത്തോളം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റി അതിനെയാണ് അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ആ ജൂറിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് നന്നായി. ആ ജൂറിയുടെ മാനസിക നില വെച്ചിട്ട് അവരുടെ രീതിയിൽ അവർ അളവ് കൊണ്ട് വെച്ച് നോക്കാൻ നേരത്ത് ഇയാൾ നന്നായിട്ട് ഏറ്റവും നന്നായിട്ട് ഈ ഇരിക്കുന്ന പടങ്ങളിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് അയാളപ്പോൾ അവരനുമോദിക്കും. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മറ്റാൾ ചീത്തയായിട്ട് ചെയ്തെന്നല്ല, ഒരിക്കലല്ല. അതേ ജൂറി മാറി വേറൊരു ജൂറിയിലേക്ക് വരുമ്പോഴത്തേക്കും വേറെ ആൾക്കല്ലേ കിട്ടുക. അല്ലാതെ ഒരേ ജൂറിയുടെ സാധനം തന്നെ അല്ലല്ലോ കിട്ടുക. സംസ്ഥാന അവാർഡും നാഷണൽ അവാർഡും മാറാറില്ലേ? അതുകൊണ്ട് സംസ്ഥാന അവാർഡിലെ ജൂറികൾ മോശം, അല്ലെങ്കിൽ സംസ്ഥാന അവാർഡിലെ ജൂറികൾ മെച്ചപ്പെട്ടതും നാഷണൽ അവാർഡിലെ ജൂറികൾ വന്നിട്ടുള്ളതിനകത്തുള്ള വ്യത്യാസം നിങ്ങൾ പറയോ? നിങ്ങൾ പറയുക, എനിക്കറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുക. അല്ലല്ലോ. പിന്നെ അതിൽ വ്യത്യാസപ്പെടാറില്ലേ? അപ്പോൾ അതിന് അങ്ങനെയല്ല. ഞാൻ എന്താ പറയുക, പലതും നമ്മളിവിടെ കാണുന്നതിനെ നമ്മുടെ കാഴ്ചപ്പാടുകളെ നമ്മൾ വന്നിട്ട് മനസ്സിലാക്കണം. നമ്മൾ കാണുന്നതിന് അവിടെയാണ് നമ്മൾ ശരിക്കും ഈ പ്രശ്നങ്ങൾ മുഴുവനും വരുന്നത്. നമ്മുടെ കാഴ്ചപ്പാടുകളാണ് നമ്മുടെ പ്രശ്നങ്ങൾ ശരിക്കും.